ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ്. അപ്പോൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്ന സാധനം ചിക്കൻ ബർഗർ. ചിക്കൻ ബർഗറിന്റെ മെയിൻ ഇൻഗ്രീഡിയന്റ് ആയ പാറ്റി, ചിക്കൻ ബർഗർ പാറ്റി എങ്ങനെ ഉണ്ടാക്കുന്നതാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ള് കാണുക. സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന സാധനമാണ്. നിങ്ങൾക്ക് നോമ്പ് കാലത്തും ഒക്കെ നല്ല ഒരു അടിപൊളി ഒരു ഈവനിങ് സ്നാക്കാണ്. ഒരു അടിപൊളി ബർഗർ ആണിത്. നല്ല ഹെവി ആയിട്ടുള്ള ബർഗറാണ്. ഒരു ബർഗർ കഴിച്ചാൽ തന്നെ വയറ് ഫുള്ളാവും. അപ്പൊ എല്ലാവരും വീട്ടിൽ നിന്ന് ട്രൈ ചെയ്യണം. ഓക്കെ, വാച്ച് ദ വീഡിയോ. ഓക്കെ, ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യണേ, മറക്കരുത്. ഓക്കെ, സീ യു. നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ: ഒരു ഉള്ളി വേണം, അത് നല്ല ചെറിയ പീസായിട്ട് കട്ട് ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ വെളുത്തുള്ളി വേണം, ഒരൊറ്റ അല്ലി വെളുത്തുള്ളി മതി, അതും ചെറിയ പീസായിട്ട് കട്ട് ചെയ്യുക. പിന്നെ കുറച്ച് ഷുഗർ വേണം, സോൾട്ട് വേണം, അതുപോലെ തന്നെ കുറച്ച് ഒലിവ് ഓയിലും വേണം. പാൻ അത്യാവശ്യം ചൂടായി കഴിഞ്ഞാൽ കുറച്ച് ഒലിവ് ഓയിൽ എടുത്ത് പാനിലേക്ക് ഒഴിക്കുക. ഒരു 2 ടീസ്പൂൺ ഒലിവ് ഓയിൽ മതി. എല്ലാ ഭാഗത്തേക്കും ഒന്ന് ഓയിൽ എത്തിക്കുക. ഇതെൻ്റെ ഗ്രില്ലിംഗ് പാനാണ്. ഇത് ശരിക്കും മറ്റേ പാന് കംപ്ലൈൻ്റ് ആണ്, അതുകൊണ്ടാണ് ഞാനിത് യൂസ് ചെയ്യുന്നത്. ഉള്ളി വഴറ്റാനൊക്കെ ശരിക്കും ഇങ്ങനെ ഗ്രില്ലില്ലാത്തത് ഉപയോഗിക്കുന്നത് നല്ലത്. ഉള്ളി ആഡ് ചെയ്യുക. ഇനിയിപ്പോൾ ഉള്ളി ഒരു ഗോൾഡൻ കളർ ആവണം നമുക്ക്. ഓക്കെ, ഗോൾഡൻ ബ്രൗൺ കളർ ആവണം. ഓക്കെ, ഈ ഉള്ളി വഴറ്റുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ പാനിൻ്റെ അടിയിൽ ഈ ഉള്ളി ഒട്ടാതെ നോക്കണം. അത് ഒട്ടിപ്പിടിക്കാനുള്ള സാധ്യത ഉണ്ട്. നമ്മൾ ഇളക്കി കൊടുത്തില്ലെങ്കിൽ ഒട്ടിപ്പിടിക്കും. അപ്പോൾ അത് ശ്രദ്ധിക്കുക. നമുക്ക് ഇതിലേക്ക് കുറച്ച് കുരുമുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. വെളുത്തുള്ളി, ഉപ്പ്, പിന്നെ 1 സ്പൂൺ പഞ്ചസാര. നല്ലോണം ഇളക്കി കൊടുക്കുക, അടി പിടിക്കാതെ നോക്കുക. ഏകദേശം ഗോൾഡൻ കളർ ആയിട്ടുണ്ട്. നമുക്ക് വേണ്ട വേവായിട്ടുണ്ട്. ആഹാ, ഉള്ളി പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇതേപോലെയാണ് ആക്കേണ്ടത്. ബ്രെഡ് ഇതേപോലെ ചെറിയ ചെറിയ പീസായി കട്ട് ചെയ്ത് വെക്കുക. സാധാരണ ബ്രെഡാണ്, സ്വീറ്റ് ബ്രെഡ്, സാധാ സ്വീറ്റ് ബ്രെഡാണ്. പിന്നെ ഒരു ചിക്കൻ ക്യൂബ് വേണം. ചിക്കൻ ക്യൂബ് ഇല്ലെങ്കിൽ സോൾട്ടും പെപ്പറും കുറച്ച് അധികം ഇട്ടാൽ മതി. ഓക്കെ, ചിക്കൻ ക്യൂബ് ഉള്ളവർ ചിക്കൻ ക്യൂബ് യൂസ് ചെയ്യുക, ഇല്ലെങ്കിൽ സോൾട്ടും പെപ്പറും കൂടുതലാക്കുക. അതേപോലെ മിൻറ്റിൻ്റെ ലീഫാണ്, പുതിന. പിന്നെ മിക്സിയിൽ നന്നായിട്ട് അരച്ച ചിക്കനാണ് വേണ്ടത്. അതുപോലെ തന്നെ മല്ലിയിലയും വേണം. മല്ലിയില, അതുപോലെ തന്നെ വഴറ്റി വെച്ചിട്ടുള്ള ഉള്ളി, പിന്നെ നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ബ്രെഡ്, പിന്നെ കാശ്മീരി ചില്ലിയുടെ പൗഡർ. സംഭവം പെപ്പറിക്ക പൗഡറാണ് വേണ്ടത്, അത് കിട്ടാത്തതുകൊണ്ടാണ് കാശ്മീരി ചില്ലി യൂസ് ചെയ്യുന്നത്. പിന്നെ നമ്മൾ നേരത്തെ എടുത്തു വെച്ചിട്ടുള്ള ചിക്കൻ ക്യൂബാണത്. ചിക്കൻ ക്യൂബ് ഇതേപോലെ പൊട്ടിച്ചിടുക. എന്നിട്ട് മിക്സിയിൽ നന്നായിട്ട് അരച്ചെടുക്കുക. അത് നന്നായിട്ട് അരഞ്ഞിട്ടുണ്ട്. ഇതുപോലെ നന്നായിട്ട് അരച്ചെടുക്കണം. ഇത് ഫുള്ള് മിക്സ് ആവണം, ആ സാധനങ്ങളൊക്കെ മിക്സ് ആവണം. ഇത് ചിക്കനാണ്, നമ്മൾ നേരത്തെ അരച്ച് വെച്ച ചിക്കൻ. പിന്നെ ഇതിലേക്ക് ഒരു കോഴിമുട്ടയും കൂടി ആഡ് ചെയ്യണം. ഒറ്റ കോഴിമുട്ട മതി. പിന്നെ ഇതിൽ കുറച്ച് ഒലിവ് ഓയിലും കൂടി ഒഴിച്ചിട്ട് വേണം ഇത് നന്നായിട്ട് കുഴയ്ക്കാൻ. നന്നായിട്ട് മിക്സ് ചെയ്യണം. എല്ലാം മിക്സ് ചെയ്ത് നല്ലപോലെ മിക്സ് ചെയ്യുക.
നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട് ഇത്. ഓക്കെ, റെഡിയാണ്. ഇനി നമുക്കിത് ഓരോരോ പോർഷനായിട്ട് മാറ്റണം. ഞാനിങ്ങനെ റൗണ്ട് ആക്കിയിട്ട് ഇങ്ങനെ ബോൾ ഷേപ്പിലാക്കി വെക്കലാണ്. അപ്പോൾ എന്താ വെച്ചാൽ നമുക്ക് എല്ലാത്തിനും ഒരേ അളവായിരിക്കും, ഒക്കത്തിനും ഏകദേശം ഒരേ അളവ് കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ബോളായിട്ട് ആദ്യം വെക്കുന്നത്. അതിനുശേഷം ഇതേപോലെ ഇങ്ങനെ പരത്തുക. ഇങ്ങനെ നമ്മൾ സാധാ കട്ട്ലൈറ്റ് ഒക്കെ ഉണ്ടാക്കുമ്പോൾ പരത്തൂലേ, അതേപോലെ കൈ കൊണ്ട് പരത്തിയാൽ മതി. കൈ കൊണ്ട് പരത്തിയിട്ട് ഇതേപോലെ റൗണ്ട് ഷേപ്പിൽ പരത്തി വെക്കുക. നമ്മുടെ പാറ്റീസ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കത് ഫ്രൈ ചെയ്തെടുക്കണം. പാനിൽ വെച്ച് ഫ്രൈ ചെയ്തിട്ടെടുക്കണം. അപ്പോൾ പാനിൽ വെച്ച് ഫ്രൈ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ പാനിൽ നമ്മളെ ഒലിവ് ഓയിൽ തന്നെയാണ് ഒഴിക്കുന്നത്, വേറെ ഓയിലൊന്നും ഒഴിക്കുന്നില്ല. ഈ ഫുഡിൻ്റെ കംപ്ലീറ്റ് പരിപാടി ഒലിവ് ഓയിലാണ് ചെയ്യുന്നത്. മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം ഇത് ഫ്രൈ ചെയ്യാൻ, എന്നാലേ ഉള്ളൊക്കെ വേവുള്ളൂ നല്ലോണം. ഒരു സൈഡ് നന്നായിട്ട് ആയിട്ടുണ്ട്. ഇതെങ്ങനെയാണ് ആവേണ്ടത്, നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട്. കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ട്. ഇതേപോലെ ഫ്രൈ ചെയ്തെടുക്കുക. സോൾട്ടാണ് അതിൻ്റെ മുകളിൽ ഇട്ടിട്ടുള്ളത്, പിന്നെ കുറച്ച് ഒലിവ് ഓയിലും. നല്ലോണം രണ്ട് ഭാഗം നല്ലോണം ഫ്രൈ ആയിട്ടുണ്ട്. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ അതിൻ്റെ മുകളിൽ ചീസ് വെക്കുക. നമ്മുടെ പാറ്റി റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ ബർഗറിലേക്കുള്ള ചീസാണ് അതിൻ്റെ മുകളിൽ വെക്കുന്നത്. ചീസ് അതിൻ്റെ മുകളിൽ വെക്കുന്നത് എന്തിനാ വെച്ചാൽ അത് രണ്ടും കൂടി ഒട്ടിപ്പിടിച്ച് നല്ല ഇങ്ങനെ ക്രീമി ആയിട്ട് നല്ല അടിപൊളിയായിട്ട് കിട്ടും. എന്നിട്ട് വേണം നമ്മൾ ഈ ഇതിൻ്റെ മുകളിൽ വെക്കാൻ, ബണ്ണിൻ്റെ മുകളിൽ വെക്കാൻ. ഇത് ബണ്ണിൻ്റെ മുകളിൽ ഞാൻ സ്പ്രെഡ് ചെയ്യുന്നത് മയോണൈസാണ്. നമ്മൾ ഹോം മെയ്ഡ് മയോണൈസ്, സാധാ വീട്ടിലൊക്കെ ഉണ്ടാക്കുന്ന ഹോം മെയ്ഡ് മയോണൈസാണ്. എന്നിട്ട് വേണം നമ്മൾ ഈ ചീസും ഈ പാറ്റിയും കൂടി ഒരുമിച്ചുള്ള ഇത് വെക്കാൻ. നല്ല ഹെവിയാണ്, ഒന്നെ കഴിച്ചാൽ വയറ് നിറയും. ഞാനിവിടെ ലെറ്റ്യൂസിന് പകരമാണ് ക്യാബേജ് യൂസ് ചെയ്യുന്നത്. സംഭവം കുറേ വെജിറ്റബിൾസ് ഒന്നും ഇവിടെ കിട്ടാനില്ല ഇപ്പോൾ കോവിഡ് ആയതുകൊണ്ട്. പിന്നെ ടൊമാറ്റോ, അതുപോലെ തന്നെ ഓണിയൻ.